ഒരു ചായ തടി. നീ എന്താണ് കടുന്നെല്ലാം തീരിക്കണത്? എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മനഃപൂർവ്വം കൊണ്ടുപോകാഞ്ഞല്ലെന്ന്. ഇന്ന് കുറച്ചധികം പണി ഉണ്ടായിരുന്നു. 1-2 ക്ലൈന്റിനെയൊക്കെ കാണാനുണ്ടായിരുന്നു. ആവശ്യതേ നാളെ പോവാം. തിരക്ക് വേറെ ആർക്കും തിരക്കൊന്നുമില്ലല്ലോ. മനുഷ്യരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാണ്. നിനക്കെന്തിനാണ് ഇത്രപ്പെടുത്ത റിലാക്സേഷൻ? ഇവിടെ എന്ത് പണി ഉണ്ടായിട്ടാണ്? ഇത്തിരി കഞ്ഞി കറിയുമ്പോ പിള്ളേരെ നോക്കൂല. വലിയ പണി വന്നിട്ട് അവള് റിലാക്സേഷന് വേണ്ടിട്ട് കടപ്പുറത്ത് വന്നിടക്കണം. ഒരു 2 ദിവസം ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും എന്ത് പണിയാണെന്ന്. ആ ചെയ്യാടി. നാളെ വരെ ഞാൻ കുടുംബത്തെ പണി നോക്കിക്കോളാം. നീ നോക്കിക്കോളാം കമ്പനിയിലെ കാര്യങ്ങള്. വെറുതെ കമ്പനിയിലെ കസേരമ്പോ പോയി അങ്ങാടുകളും കറങ്ങലല്ലേ, അത് ഞാൻ ചെയ്തോളാം. ആ എന്നാ നമുക്കൊന്ന് നോക്കാം. നാളെ വരെ നീ കുടുംബത്തെ പണി ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. പകരം കമ്പനിയിലെ പണി ചെയ്തോളാം. ഓക്കെ ആണോ? ഓക്കെ നക്കോണം. കാണാം. ഈ പല്ലിനാണ് മഞ്ഞപ്പ്. അവള് പല്ലിയപ്പിച്ച് കൊച്ചിന്റെ പല്ലൊക്കെ മഞ്ഞ. ഇപ്പോരാ എണീക്ക. ഓ ഇപ്പൊ വീണല്ല ചക്കര. ഓ ഓ ഓ ഓ ഓ ഓ സമ്മന്തിയൊക്കെ മുഖ്യം. ഓരോരോ നാളും മിന്നുമ്പോൾ താന് നീറുന്ന പെൺമലരേ, ആരാരും കാണാതെങ്ങു പൂക്കുന്നു നീ എന്നെ പിടിക്കാൻ വരുവോടാന്ന് ചോദിച്ചു. അപ്പതേ നോവിന്റെ സിന്ദൂരം ചൂടുന്ന പൂവിന്റെ ഓംകാരം ശംഖിൽ ചേരുമ്പോൾ പെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താന് നീറുന്ന പെൺമലരേ. ഇത് അലക്കിക്കോ. നിന്റെ എന്റെ കുളി കഴിഞ്ഞിട്ട് തരാം. ഇതും കൂടെ അലക്കിക്കോട്ടാ. യൂണിഫോം സെപ്പറേറ്റ് അലക്കണം കേട്ടാ. ചായ കുടിച്ചാ? കുടിക്ക്. ഞാൻ പല്ലേക്കട്ടെ. നോക്കിക്കോട്ടാ, ഞാൻ കമ്പനി പോണേ. ചേച്ചി ചേട്ടൻ വന്നില്ലേ? ഇല്ല, ഇന്ന് മുതൽ ഞാനാ ഡ്യൂട്ടി. എന്തെങ്കിലും ഒപ്പിടാണ്ടെങ്കിൽ എടുത്തോ, ഞാൻ ഒപ്പിട്ട് തരാം. ആണാ? ഒപ്പിടാനല്ല, ഒരു കോള് വിളിക്കാനുണ്ടായിരുന്നു. വരുമ്പോ തന്നെ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, വിളിക്ക്. അല്ല, പ്രശംസിക്കാനായിരിക്കുള്ളൂ. ഹലോ, തമിഴില് തെറിയാട്ടേന്ന് പറയണ എന്താണത്? ഓക്കെ എന്നാ, ഓക്കെ ഓക്കെ. മമ്മി തമിഴ്നാട്ടിലേക്ക് കർണാടക അയച്ചില്ലേ? ആലോട് അവിടെ എത്തിയിട്ടില്ല, വണ്ടി കിടയി കിടക്കാണ്. അതിന്റെ ആൾക്കാരാണ് വിളിച്ചത്. അപ്പൊ ഇനി കർണാടക തെറി കേൾക്കാൻ ബാക്കിയുണ്ടല്ലേ? അയ്യോ, ജിൻസനോട് മുൻപത്തേക്കല്ലേ മീൻ പന്ത്രണ്ടെന്ന് ഞാൻ പോണോ? വേഗം ചെല്ലാൻ നോക്കല്ലേ, മീൻ വല്ലതും കൊണ്ടുപോകും. ശരി. മീൻ കിട്ടിയാ? 100 കിലോ കിട്ടിയിട്ടുണ്ട്. അട്ടന്റെ ചേച്ചിയോട് വിശ്രമിക്കുന്നത്. ആ മീൻ പെട്രോളത്തേക്ക് പോകും, അല്ലെങ്കിൽ ആ മീൻ ചീത്തയിൽ പോവും. ഞങ്ങോട്ടും പോണോ? പിന്നെ അങ്ങോട്ട് പോണ്ടേ? ഇന്നത്തെ പണി കഴിഞ്ഞു. അതെ, ക്ലൈന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ആലുവക്കെല്ലാം പറഞ്ഞു, അവിടെ ഹോട്ടലുണ്ടെന്ന് വഴി. അപ്പൊ അവിടെ പോയ ക്ലൈന്റിനെ കണ്ടിട്ട് നേരെ കളമശ്ശേരിക്ക് പോവാ.
അവിടെ പുതിയ ക്ലൈന്റിന് നമ്മൾ അടുപ്പിക്കാൻ കൊടുത്ത കുപ്പിയില്ലേ അതവിടെ റെഡി ഉണ്ട്. ആ കുപ്പിയോട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങ് പോരി, നമുക്ക് നാളെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളതാണ്. ആ പിന്നെ സമയം ഉണ്ടെങ്കിൽ ആ സ്റ്റിക്കറിൽ വരുമ്പോൾ കയറിയേക്ക്, അവിടെ എന്തൊരു ബില്ല് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ. പിന്നെ ഇന്ന് നമ്മുടെ പേജിൽ പ്രമോഷൻ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു വീഡിയോ കൂടി ഇന്ന് എടുത്തിട്ടേക്ക്. ഓക്കെ. നീ എന്താണ് ഈ ഓടി വന്നത്? കൊച്ചോലടിച്ച് കൊച്ചോലടിച്ചപ്പോ കൊച്ചിനെടുത്ത് പൊക്കിയപ്പോഴേക്കും കൊച്ചു അപ്പിട്ട് പോയി. അപ്പോഴേക്ക് തലേ കൂടിയൊക്കെ ഒഴുകി ഇതിലേക്ക് എങ്ങനെയൊക്കെ വന്ന് ഇവിടെ വന്നപ്പോ കിളിയിരിക്കണ്. ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ പറഞ്ഞു. ആളെന്ത് ചെയ്യുന്നുണ്ട്? കുളിക്കാൻ പോയോട്. ആരാടാ മാമൻ? ആ നീയാ? നീ എന്താ വേഗം പോകുന്നത്? അതേ ഒരു കാര്യം ചെയ്യട്ടാ, നീ ഇവിടത്തെ കാര്യങ്ങൾ നോക്കോ. ഇവിടത്തെ പണി അത്ര വിചാരിച്ച പോലെ എളുപ്പമല്ല. എനിക്ക് മനസ്സിലായി, ചേട്ടന്റെ ജോലി അത്യാവശ്യം പാടുള്ള തന്നെയാണ്. നമുക്ക് രണ്ടുപേർക്ക് ഏകദേശം അത് മനസ്സിലായ സ്ഥിതിക്ക് നിന്റെ പണി ഭംഗിയായിട്ട് നീ എടുത്തോ, എന്റെ പണി ഭംഗിയായിട്ട് ഞാൻ എടുത്തോളാം. വാ. ഓരോരോ നാളും മിന്നുമ്പോൾ താന് നീറുന്ന പെൺമലരേ. പഴംപൊരിക്കുള്ളതാ? പഴംപൊരിക്കൊന്നുമല്ല, ഒരു ചെറിയ പണിയുണ്ട്. അതല്ല മാമേ, ഇന്ന് ചേട്ടൻ വന്നിട്ടില്ല, റോസ് മിസിച്ചാണ് വന്നത്. എന്തുപറ്റി? ചെറിയൊരു വേഗം ഇവിടെ ഉണ്ടായി. ചേട്ടനില്ലാത്തോളേ ഇവിടത്തെ പരിപാടിയൊക്കെ പെൻഡിങ് ആയി, ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. ഒരിടത്ത് നീ പോകാൻ നിൽക്കണ്ട, അവൻ പോകണ്ടോടത്തേ അവിടെ വിട്ടാൽ മതി. ആ ബുദ്ധിമുട്ടൊക്കെ അറിയട്ടെ. അല്ല മാമേ, ഈ കലക്കണ എന്തിനാണെന്ന് പറഞ്ഞില്ല? ഇതുകൊണ്ടൊരു പണിയുണ്ടടാ. പൊക്കിയപ്പോഴേക്കും കൊച്ചു അപ്പിട്ട് പോയി.